വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലിപ് ബാമിനെ പറ്റിയിട്ടാണ്. അതും ഹിമാലയയുടെ ലിപ് ബാമാണ് കേട്ടോ. നമ്മൾ ലിപ്പ് എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ലിപ്പ് പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് സപ്ലായിട്ട് നമുക്ക് കിട്ടുന്നൊരു ലിപ്പും കൂടിയാണ്. അപ്പോൾ നമ്മൾ കെയർ ചെയ്യാതെ വരുമ്പോഴാണ് അതിൽ ഡ്രൈനെസ്, ഒരു ചാപ്നെസ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് ഞാൻ ലിപ് ബാമുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വിൻ്റർ സീസണിൽ എന്തായാലും നന്നായിട്ട് ലിപ് ബാമൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഡെയിലി ഈ ലിപ് ബാം ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. കാരണം 2-3 വർഷം ഞാൻ ഈ ലിപ് ബാം തന്നെയാണ് ഞാൻ ഉപയോഗിച്ച് കൊണ്ടേ വന്നിട്ടുള്ളത്. കുറേ ടൈം ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് വേറെ ലിപ് ബാമുകളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചവിടെ നിന്നായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ലിപ് ബാം കൂടിയാണ് നമ്മുടെ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ലിപ് ബാം. അപ്പോൾ എന്നെ പോലത്തെ ആൾക്കാർ ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ എത്ര കിട്ടും എന്ന്, എങ്ങനെ ഏത് വഴിയിലൂടെ കിട്ടും, അതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എന്നെ പോലത്തെ ചിന്തയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര പൈസ കൊടുത്തിട്ട് പോലും നമുക്ക് അതിനുള്ള ക്വാളിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ, നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ എന്തായാലും നഷ്ടമാണ് വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ലിപ് ബാം, ഹിമാലയയുടെ ലിപ് ബാം കേട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളി സാധനം. ഇത് സ്മോൾ സൈസാന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ജെല്ല് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ്. നമ്മുടെ ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈനെസ്സോ അതിൽ ചാപ്നെസ്സോ അങ്ങനത്തെ ഒന്നും ഇല്ലാതാക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ഇല്ലാതാക്കുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ 2-3 വർഷം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രക്കും പേഴ്സണലി സത്യം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഞാനിത് വെറുതെ പറയുന്നില്ല, 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു സാധനം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ഗ്രീനും വൈറ്റും അതിൽ റെഡും ആയിട്ടാണ്. അപ്പോൾ ഇവരുടെ തന്നെ ഹാപ്പിനെസ്, ത്രോട്ട്, വെൽനെസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റാമ്പ് പോലെ പതിപ്പിച്ചിട്ടില്ല കേട്ടോ അത്. അപ്പോൾ 90-30 അപ്പോൾ അവിടെ നിന്നാണ് ഇവർ സ്റ്റാർട്ട് ആദ്യം തൊട്ടേ തുടങ്ങിയത്. 1930 തൊട്ടിട്ട് ഇവർ സ്റ്റാർട്ടപ്പ് ചെയ്തൊരു ബ്രാൻഡാണ് നമ്മുടെ ഹിമാലയയുടെ ഈ ലിപ് ബാം. അപ്പോൾ നല്ല ക്ലിനിക്കലി ടെസ്റ്റ് ആയിട്ടുള്ള ലിപ് ബാം കൂടി. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് വെച്ചാൽ വിജം ഓയിൽ, അതിൽ ക്യാറ്റ് സീഡ് ഓയിലാണ് വരുന്നത്. അപ്പോൾ നറിഷ്ഡ് ലിപ് പ്രിവെൻറ്റ് ഡ്രൈനിങ് ആൻഡ് ചാപ്പിങ് അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ നമുക്ക് ഡ്രൈനെസ്സോ ചാപ്പിങ് അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന്. പിന്നെ ഇതിന് നെറ്റ് വെയിറ്റ് വരുന്നത് 10 ഗ്രാമാണ് കേട്ടോ. ഇതിൻ്റെ 40 രൂപയ്ക്കുള്ളത് നമുക്ക് 10 ഗ്രാമിലാണ് കിട്ടും. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇത് എടുത്താൽ മതി, ഭയങ്കര ക്വാണ്ടിറ്റി ഒന്നും എടുക്കുക. കാരണം നമ്മൾ ലിപ്പിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്തു കൊടുത്താൽ മതി. കളറോ ഫ്രാഗ്രൻസോ എന്ന നമുക്ക് കെമിക്കലായുള്ള കാര്യങ്ങളോ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ജെൽ തന്നെ ആയിട്ടുള്ള കളർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് തന്നെ ഇത് കാണാൻ പറ്റില്ല. ഇതിൽ ജെല്ലായിട്ടുള്ള ഇത് തന്നെയാണ് ഇതിലുള്ളത്. വേറെ ക്രീംസോ അങ്ങനത്തെ ഇതൊന്നുമില്ല, വെറും സാധാരണ നമ്മുടെ ജെല്ല് തന്നെയാണ്. ഇതിൻ്റെ കളറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഫ്ലേവറിലോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്ന ലിപ് ബാമുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ലിപ് ബാമൊക്കെ എനിക്ക് ഫസ്റ്റ്ലി തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ലിപ് ബാമൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ലിപ്പിൽ കുറച്ച് പിഗ്മെൻറ്റേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കളറൊക്കെ ആഡ് ചെയ്ത സമയത്ത് ഡ്രൈനെസ് മാറുന്നുണ്ടാവും, പക്ഷേ അതിൽ പിഗ്മെൻറ്റേഷൻ വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പ്രശ്നമില്ല. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കളറാണെങ്കിൽ കുഴപ്പമില്ല. ഇവർ കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കളർ പലതരം കളറിൽ വരും. ഒരു ലൈറ്റ് റെഡ്, ലൈറ്റ് പിങ്ക് അങ്ങനെ ആയിട്ട് ഭയങ്കര ഡാർക്ക് കളറിൽ ആയിട്ടുള്ളതൊക്കെ ലിപ് ബാമുള്ളത് കണ്ടു. കാരണം ഞാൻ ആദ്യം അങ്ങനത്തെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഒക്കെ മാറുന്നുണ്ട്, അത് പറയുന്നില്ല. അപ്പോൾ ഡ്രൈനെസ് നന്നായിട്ട് മാറുന്നുണ്ട്, പക്ഷേ നമ്മുടെ ലിപ്പ് കുറച്ചും കൂടി ഡാർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് വെയിലുള്ള സമയത്ത് നമ്മൾ ഇതിട്ടാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, ഭയങ്കരമായിട്ട് ഡാർക്ക് അടിക്കുന്നുണ്ട് ലിപ്പൊക്കെ. ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറുന്നെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഡാർക്കായിരിക്കും. പക്ഷേ ഈ ലിപ് ബാമിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ കെമിക്കലായിട്ടുള്ളോ
അല്ലെങ്കിൽ ഒരു കളർ ആഡ് ചെയ്തിട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി അത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലിപ് ബാമുകൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ലിപ് ബാമുകൾ കൂടുതൽ ഉപയോഗിക്കാം. കാരണം വെച്ചാൽ വേനൽ സമയത്ത് നമ്മൾ ലിപ് ബാമുകൾ ഉപയോഗിക്കുന്നത് സാധാരണ ഇതുപോലത്തെ ലിപ് ബാമുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ലിപ്പ് കുറച്ചും കൂടി പിഗ്മെൻറ്റേഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. എത്രത്തോളം നല്ല ലിപ് ബാമാണ് പോലും നമുക്ക് എന്തായാലും കുറച്ച് പിഗ്മെൻറ്റേഷൻ വരും. കാരണം വെച്ചാൽ അതൊരു സൺ ക്രീം പോലത്തെ അടങ്ങിയിട്ടില്ലാത്ത സാധനങ്ങളാണ്, വെയിൽ നന്നായിട്ട് അടിക്കുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് പിഗ്മെൻറ്റേഷൻ എന്തായാലും വരും. അതുകൊണ്ട് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ലിപ് ബാമുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ലിപ് ബാമുകളൊക്കെ പ്രൊഡക്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇട്ട് തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.